എടി മായ ഇതെങ്ങനെയുണ്ടടി? ആ നന്നായിട്ടുണ്ടടി. ഓ അതല്ലെങ്കിൽ എനിക്ക് അറിയായിരുന്നു, പിന്നെ നിന്നോടൊന്ന് ചോദിച്ചു എന്നുള്ളൂ. നിന്റെ അമ്മയാണല്ലേ വിളിക്കണത്? എന്തിനാണോ എന്റെ ഫോണിലോട്ട് വിളിക്കണേ? ആ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിക്കണതായിരിക്കും. അല്ല നീ അപ്പൊ പറഞ്ഞില്ലേ അമ്മേടെ അടുത്ത് ഹോസ്റ്റലിൽ നിക്കണെന്ന്? ഓ ഞാൻ എങ്ങനെയാണ് പറയാനായിട്ട്, ഞാൻ ഇന്ന് വന്നപ്പോ തീരുമാനിച്ച കാര്യമല്ലേ അത്. പിന്നെ നീതു ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ അതിനെപ്പറ്റി ചോദിക്കാനായിരിക്കും വിളിക്കണത്. നീ ഇപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയും, ഞാനേ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് നോക്കിയിട്ട് വരാം. ഹലോ അമ്മേ. ആ മോളെ, മോളെ ദൈവം അവിടെ ഇല്ലേ മോളെ? ആ ഉണ്ട് അമ്മേ. ആ നീതു പറഞ്ഞിരുന്നു, എന്നാലൊരു പേടി, അതാ വിളിച്ചത്. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെയല്ലേ മൈന ഉള്ളത്, മൈനയും വരികയും ചെയ്തു. അങ്ങനെ വല്ല സ്പെഷ്യൽ ക്ലാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവളും കൂടെ നിൽക്കേണ്ടതല്ലേ, അതാ പിന്നെ മോളെ വിളിച്ചത്. അത് പിന്നെ അമ്മ സ്പെഷ്യൽ ക്ലാസ് ഒന്നല്ല, ഇവിടെ ദേവ് ഇവിടെ ഭയങ്കര മേക്കപ്പാ. എന്താ മോളി പറയണത്, മേക്കപ്പാ? അത് പിന്നെ അമ്മ ഞങ്ങള് തന്നെ കണ്ടുപിടിച്ച ഫോർമുലയാ. ഈ പരീക്ഷയൊക്കെ വരികയല്ലേ, അപ്പൊ പെട്ടെന്ന് ഓർമ്മയിലിരിക്കാൻ വേണ്ടി മാസാറ്റം കൈനറ്റിക് എനർജി എന്നൊക്കെ പറഞ്ഞിട്ടെ. ആ നിങ്ങൾ പറയണത് അമ്മയ്ക്ക് ഞാൻ മനസ്സിലാവില്ലല്ലോ അവൾക്ക് ഫോൺ മോളെ. കൊടുക്കണോ എന്നാ അമ്മേ? പിന്നെ ശരി, നിങ്ങൾ പഠിച്ചോ. അയ്യോ വേണ്ട മോളെ, പഠിച്ചോട്ടെ, അല്ലെങ്കിൽ അവൾക്ക് പഠിത്തത്തിനിടയിൽ ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമില്ല. എന്നാ ശരി മോളെ, ഞാൻ വെക്കാണ് കേട്ടാ. ഷോ പാവം അമ്മ, ഈ ദ്രോഹി എന്നെ കൊണ്ട് നുണയെ പറയിപ്പിക്കാണ്. ഓ ഇതൊക്കെ എന്ത് നോണാ? ഡേഡി നിനക്കിതൊന്നും നുണയാവൂല. അല്ല നിനക്ക് മൈനേനെ കുറ്റം പറയാൻ വേണം, അവളുടെ സാരിയും ഓർണമെന്റ്സ് ഒക്കെ വേണം. നിനക്ക് എന്താ മൈനോട് ഇത്ര ദേഷ്യം? അങ്ങനെ ചോദിച്ചതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങൾ ഉണ്ടാവൂല, അവള് നിന്നെ പോലെ അല്ല, കുറച്ചും കൂടി സൗന്ദര്യവും മറ്റുള്ളവരുടെ വിനയവും ഒക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ദേ മായ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുതട്ടാ. എന്റെ പൊന്നു ദേവു, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം ഹെൽപ്പാ മൈന ചെയ്തേരണേ. ആ ക്രിസ്മസ് സെലിബ്രേഷന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എന്തോരം കാശ മൈന ചെലവാക്കിയത്. നീ അതൊക്കെ എന്തെങ്കിലും മറന്നു പോണത്? മൈനയ്ക്ക് വേണമെങ്കിൽ നിന്റെ അമ്മ അമേരിക്കയിലല്ലാന്ന് പറയായിരുന്നല്ല. ആകപ്പാട് ആ സത്യ ഈ കോളേജിൽ അറിയാവുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ. അത് നിന്റെ വീട്ടിലൊരു ദിവസം വന്നുകൊണ്ട് അറിയാൻ പറ്റിയത്. ഇന്ന് വരെ മൈന അതിനെപ്പറ്റി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? എനിക്കിതൊന്നും കേൾക്കണ്ട, നീ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ എന്നെ ഇത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. മതി നിർത്തിക്കോ, അവിടെ ചാടി വരുന്നുണ്ട്. എന്താണ് ഇവിടെ ഞാൻ അറിയാണ്ട് ഒരു രഹസ്യം? അല്ല നീ പോണില്ലേ? ആ ഞാൻ പോവാണ്. അല്ലടി എന്തു പറ്റി, ഭയങ്കര കലിപ്പിലാണല്ലോ. അത് മാത്രമല്ല അവള് പോവാണെന്ന് പറഞ്ഞിട്ട് ദേ റൂമിലോട്ട് പോയിട്ടുണ്ടല്ലോ. വീണ്ടും ഡ്രസ് ചെയ്യാൻ പോവാണോ? ആ ആയിരിക്കും, വേറെ പണിയൊന്നുമില്ലല്ലോ. ഷോ എന്നാലും എന്തായിരിക്കും കിച്ചു പറയാൻ പോണത്? അതിലിപ്പോ അത്ര വലിയ ആലോചിക്കാനൊന്നുമില്ല, എന്നെ ഇഷ്ടമാണെന്ന് തന്നെ ആയിരിക്കും. എന്നാലും ഇതിപ്പോ ഞാൻ ചോദിച്ചിട്ട് പറയണ പോലെ ഇല്ലേ, അവനത് മുന്നേ പറയായിരുന്നില്ലേ? ആ ചിലപ്പോ കിച്ചുവിന്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. ഹലോ എടോ. ആ കിച്ചു. ഓ ഇപ്പോഴെങ്കിലും ഒന്നും അറിഞ്ഞല്ല, എത്ര നേരം ഞാനിവിടെ വന്ന് നിൽക്കണ്. അത് പിന്നെ കിച്ചു, ഞാനിങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച്. ആ അപ്പൊ പിന്നെ തനിക്ക് എന്താ അറിയേണ്ടത്? അത് പിന്നെ പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എനിക്ക് തന്നെ എന്തായാലും ഇഷ്ടമില്ല. എനിക്ക് വേറെ കുട്ടീനാണ് ഇഷ്ടം. അവൾക്ക് ഇഷ്ടപ്പെടണമെന്ന് മാത്രം, അല്ലാതെ എനിക്ക് തന്നെ ഒന്നും ഇഷ്ടമില്ല. വെറുതെ എന്റെ പുറകെ നടന്ന സമയം കളയണ്ട, കേട്ടല്ലോ. ദൈവമേ ഞാൻ എന്തായി കാണണേ? കിച്ചു എന്തിങ്ങനെ പറയണേ? എനിക്ക് തോന്നിയതാവോ? ഇവനെന്തിങ്ങനെ പറഞ്ഞിട്ട് പോണത്? ഇവൻ തന്നെയല്ലേ അത് കൂടെ പോകുമ്പോ ക്ലാസ്സിലോട്ട് പോകുമ്പോ നോക്കിയിട്ട് പോവാറ്? പിന്നെ ഇവൻ ആരെയാണ് നോക്കാറ്? എന്ത് പറ്റിയിടി, എന്താടി അവൻ പറഞ്ഞേ? ഒന്ന് എഴുന്നേറ്റ് പോകണ്ട രണ്ടുപേരും, വെറുതെ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. സ്വൈരായിട്ട് ഒരിടത്ത് തിരുത്താനും സമ്മതിക്കില്ല. പോയേ.